ഹായ് എവരി വൺ. അപ്പൊ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. അപ്പൊ ഷഹലയും കാമുകനും പിരിഞ്ഞിരിക്കുന്നു. എന്തായാലും ഞാൻ ആ വാർത്തയുടെ ക്ലിപ്പ് വെച്ച് തരാം. പൊരിഞ്ഞ അടിയാണ് അവിടെ നടക്കുന്നത്. ഈ കാമുകൻ ഷഹലയെ അടിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് ഞാൻ വെച്ച് തരാം. അതുപോലെ തന്നെ ഈ 7 വയസ്സുകാരനായ ആ ഒരു കുട്ടിയുണ്ടല്ലോ ഷഹലയുടെ, ആ കുട്ടിയെയും ഈ കാമുകൻ അടിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പ്രവാസിയുടെ പ്രതികരണം കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഷഹല സ്വന്തം വീട്ടിലേക്കാണ് പോയതെന്നാണ് വാർത്ത കിട്ടുന്നത്. നമുക്ക് എന്തായാലും ഈ വിഷയത്തിലേക്കൊക്കെ വരാം. ഒരുപാട് പേര് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പേഴ്സണൽ ആയിട്ട്. പിന്നെ നീ എന്തിനാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്, ഈ ഷഹലയെ കുറിച്ച് എന്തിനാണ് അവളുടെ കാര്യത്തിൽ ഇടപെടുന്നത്, നീ നിന്റെ കാര്യം നോക്കി പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ഇട്ടു. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ എന്തായി, ഈ പിരിഞ്ഞ ഒരു കാര്യം ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ശരിക്കും ഈ ഇവര് തമ്മിൽ പിരിഞ്ഞ് എന്നുള്ള ഒരു വാർത്ത ഇഷ്ടപ്പെട്ടവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കമന്റും ലൈക്കും ചെയ്യണം. എന്തായാലും വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ആ വാർത്തയുടെ ക്ലിപ്പ് കേൾക്കാം, എന്നിട്ട് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ എന്തൊക്കെയായിരുന്നു, അവന്റെ കൂടെ പോയി നല്ലപോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവര് നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ, ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ആ സ്ത്രീയോട് ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുമോ, അവർ പോവട്ടെ, അവർ വരട്ടെ, അവർ നന്നാവട്ടെ. അവര് എത്ര ആങ്ങളമാരാണ് ഈ ദുനിയാവിൽ, ഇത്ര വലിയ ആങ്ങളമാർ സ്വന്തം പൊരയിൽ വരെ ഉണ്ടാവില്ല. അത്രയും ആങ്ങളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീർന്നു. കാരണം ഇനി ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. എന്തായാലും ഇനിയെങ്കിലും നേർവഴിയിൽ ജീവിച്ചു പോവാൻ വേണ്ടി ഇതുപോലുള്ള വിവരവും ബുദ്ധിയുമില്ലാത്ത മറ്റവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഊരി പോകാൻ നിൽക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഭർത്താവിന്റെ പ്രതികരണം വരുന്നുണ്ട്. ഇനി ഭർത്താവിന്റെ ഫാമിലിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. 2 മരുമക്കള് തമ്മിൽ തരുന്ന ഒരു വീഡിയോ ദൃശ്യമുണ്ട്. അതെന്തായാലും നിങ്ങൾ ഓരോരുത്തരും കാണണം. ഞാൻ വെച്ച് തരുന്ന ആ ഒരു വീഡിയോ കാണണമെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഓരോ കുടുംബങ്ങളും പച്ച പിടിക്കണം. അതുകൊണ്ടാണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കെങ്കിലും ഒരു ഇത് മനസ്സിൽ തോന്നും, ആ ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന്. അപ്പൊ ഈ ഷഹലയുടെ ഭർത്താവിന്റെ കുടുംബക്കാര് പറയുന്നത് ഇവളെ ഇനി ഒരിക്കലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്നാണ്. അതുപോലെ തന്നെ ഷഹല പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ല എന്നാണ്. എന്തായാലും അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. ഭർത്താവ് തിരിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു വിഷയം കണ്ടപ്പോൾ മുതൽ എനിക്ക് തോന്നിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മൊബൈൽ ഷോപ്പുകാരനുണ്ടല്ലോ ഷഹലയുടെ കാമുകൻ ഒരിക്കലും ഷഹലയെ പിന്നെ ആത്മാർത്ഥതയോടെ ആയിരിക്കില്ല സ്നേഹിച്ചത്. ചുമ്മാ സ്നേഹിച്ചിട്ട് അങ്ങ് വിട്ട് കളയാന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഒരിക്കലും ആത്മാർത്ഥതയോടെ അല്ല പുള്ളിക്കാരൻ സ്നേഹിച്ചതെന്ന് ഉറപ്പാണ്. കുറെ നാൾ കഴിയുമ്പോൾ ആ വൃത്തികെട്ടവൻ നല്ല രീതിയിൽ നടക്കും. ലാസ്റ്റ് ഇവളായിരിക്കും വഴിയാധാരമായി പോകുന്നത്. അപ്പോ ഷഹല പറയുന്നത് ഇനി ചത്താലും ഞാൻ അവന്റെ കൂടെ പോകത്തില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം ഷഹലയുടെ വെളിപ്പെടുത്തൽ. കണ്ടില്ലേ, പഠിക്കണം. ഇതെല്ലാം കണ്ട് ഓരോരുത്തരും പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, 2 മരുമക്കൾ തമ്മിൽ തല്ലുന്ന ഒരു വീഡിയോ ദൃശ്യം ഉണ്ട്, കാണിച്ചു തരാന്ന്. അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഹലോ, കുടുംബത്തെ കുറിച്ചൊന്നും ഇവിടെ പറയണ്ട. വലിയൊരു കുടുംബക്കാര്. എന്താ നിങ്ങൾക്ക് മാത്രം ഇവിടെ കണ്ടത്? നിങ്ങൾ കാണുന്നതല്ലേ ഞാൻ കാണുന്ന ഇത്ര നിർബന്ധം എന്തുവാ? ഇത് എന്റെ ഭർത്താവ് വാങ്ങിച്ച ടി വി ആണെങ്കിൽ ഞാൻ കണ്ടിട്ട് കണ്ടാ മതി. ഞാനും ഈ വീട്ടിൽ വന്ന് കയറിയ മരുമോള് തന്നെയാ. എനിക്കും കാണാനുള്ള അവകാശമൊക്കെ ഇവിടെ ഉണ്ട്. നിനക്ക് കാണണമെങ്കിലേ നീ നിന്റെ ഭർത്താവിനോട് പറ വേറൊരു ടി വി വാങ്ങിച്ചു വെക്കാൻ. ദേ, രണ്ടുപേരും കാണണ്ട. ആ റിമോട്ടിങ് തന്നെ.
ആ അഭിലാഷ് വന്നില്ലേ? വിളിച്ചിരുന്നു, ബ്ലോക്കാന്ന് പറഞ്ഞു. ആ ഭയങ്കര ട്രാഫിക്കാ. ഇതാ ഷോ, ഞാൻ പറഞ്ഞ കളർ തന്നെ കിട്ടിയില്ലേ? ആ ഇഷ്ടപ്പെട്ടാ? അടിപൊളി, നല്ല ഡിസൈൻ. അതിന്റെ തുണിയൊന്നും കൊള്ളൂല. ഒന്ന് വാഷ് ചെയ്യുമ്പോ തന്നെ അതിന്റെ കളറൊക്കെ അങ്ങ് പോകും. അല്ലേലും പണ്ടുള്ളവര് പറയാറുണ്ട് ഈ അസൂയക്കും കുശുമ്പിനും ഒന്നും മരുന്നില്ലാന്ന്. അജിത്ത് വാ, ചായ തരാം. ആ. ചേട്ടൻ അവക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. എനിക്കും വേണം അതുപോലത്തെ ഒരെണ്ണം. നിനക്കിത് എന്തിന്റെ കേടാ പെണ്ണെ? ആവശ്യത്തിൽ അധികം ചുരിദാർ ഇവിടെ മേടിച്ചു വെച്ചിട്ടില്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും മേടിച്ചു കൂട്ടുന്നേ? അവക്ക് മേടിച്ചു കൊടുത്തില്ലേ, അപ്പൊ എനിക്കും വേണം. ഇതിപ്പോ ചുരിദാറിനുള്ള സ്നേഹമൊന്നും അല്ല, മായച്ചേരടുത്തുള്ള ദേഷ്യം എനിക്ക് മനസ്സിലായി. എനിക്ക് അവളുടെ മുമ്പ് ഇട്ടോണ്ട് നടക്കണം. അതുപോലത്തെ കളറുള്ള തന്നെ വേണം. നീ കഴിക്കാൻ എടുത്തു വെക്ക്, എനിക്ക് വിശക്കുന്നു. കഴിക്കാനൊക്കെ തരാം, പക്ഷെ നാളെ ഇതും വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ഇനിയാണ് അടി തുടങ്ങാൻ പോകുന്നത്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്റെ ദൈവമേ, ഇങ്ങനൊരു സാധനം ഇത് എന്റെ തരത്തിൽ ഒന്ന് പെട്ടല്ലോ. അമ്മേ, എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് ഇന്നലെ അവക്ക് വാങ്ങിച്ച ഡ്രസ്സല്ലേ, അവള് നിനക്ക് തന്നാ? അഭിലാഷേട്ടൻ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നായത്. നീയല്ലേ ഇന്നലെ പറഞ്ഞത് ഇതിന്റെ ഡിസൈൻ കൊള്ളൂല, കളർ പോവും, തുണി കൊള്ളൂല എന്നൊക്കെ. അത് അഭിലാഷേട്ടൻ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് ഞാനും കണ്ടത്. ഇത് ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കായിട്ട തുണിയല്ലേ? ഇത് ആരോട് ചോദിച്ചിട്ട് എടുത്തോണ്ട് വന്നത്? ആരോട് ചോദിക്കാൻ? എനിക്ക് പിന്നെ തുണി അലക്കണ്ടേ? എന്നോട് ചോദിക്കാതെ നിന്നോട് ആര് പറഞ്ഞു ഈ തുണി കൊണ്ട് അവിടെ ഇടാൻ? എന്റെ തുണി അലക്കിയിട്ട് നിന്റെ തുണി അലക്കിയാ പോരെ? എന്റെ ഭർത്താവാണ് പൈസ മുടക്കി വാഷിംഗ് മെഷീൻ വാങ്ങി വെച്ചേക്കുന്നത്. എന്റെ തുണി അലക്കിയിട്ട് നിന്റെ തുണി അലക്കിയാ മതി. ഇല്ല, നിനക്ക് ഇപ്പൊ തന്നെ അലക്കിയേ പറ്റൂന്നുണ്ടെങ്കിലേ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പുറത്ത് കല്ലില്ലേ, അവിടെ കൊണ്ടിട്ട് അലക്കണം. നിന്റെ കൈ തേഞ്ഞു പോകുന്നില്ലല്ലോ. 3 നേരം തിന്നും കുടിച്ചും ചുമ്മാ ഇരിക്കയല്ലേ, എന്തെങ്കിലും പണിയെടുക്ക്. അമ്മാ, എന്താ മോളെ ഇത്? ചായ പച്ച വെള്ളം പോലെ ഇരിക്കുന്നു, കടുപ്പമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാനിപ്പോ കുടിച്ചു നോക്കിയല്ലേ ഉള്ളൂ. ഇത് കൊള്ളൂല മോളെ.
അമ്മേ, ഞാൻ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ എങ്ങനെയുണ്ട് അമ്മേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ചായ പോലും ഇടാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? എന്നാ പിന്നെ ചൂടുവെള്ളം കുടിച്ചാ പോരെ. അമ്മയ്ക്ക് ഇനി എപ്പ ചായ വേണേലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. എന്തൊരു നല്ല ചായ. അമ്മയ്ക്കെല്ലാം മനസ്സിലായി മോളെ. ആരാ എന്റെ ബനിയനെടുത്ത് തറ തുടച്ചത്? ഞാൻ ആരോട് ചോദിച്ചിട്ട്? ഇതവിടെ തറയിൽ കിടക്കുന്ന കണ്ടു, ഞാൻ വിചാരിച്ചു തറ തുടയ്ക്കുന്നു കാണുന്നു, അതുകൊണ്ട് തുടച്ചു. ഇതേ പെണ്ണുമ്പളെ, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. ആണോ? അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ നീ നിന്റെ കെട്ടിയവനെ വിളിച്ചിട്ടേ ഇവിടുന്ന് താമസം മാറിക്കോ. ഓഹോ, അപ്പൊ ഇതാ നിങ്ങളുടെ മനസ്സിലിരിപ്പല്ലേ? അതേടി. കാണിച്ചു തരാം നിന്നെ. എന്താ അമ്മേ നമ്മളെ കാണണമെന്ന് പറഞ്ഞേ? ആ ഡോർ അടിച്ച് രണ്ടുപേരും ഇവിടെ വന്നിരുന്നേ. അത് തുടച്ചിടാം. അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങളെ ഒരു വിഷമവും അറിയിക്കാതെയാണ് ഞാൻ വളർത്തിയത്. എത്ര സ്നേഹമുള്ള വീടായിരുന്നു ഇത്. ഒരു ബഹളമോ ഒച്ചയോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് മാത്രമേ ഇവിടെ ഉള്ളൂ. ചില സമയം എനിക്ക് നെഞ്ചിൽ വല്ലാത്ത വിപ്രാളമാണ് ഈ ബഹളവും ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ. പ്രിയയും കണക്ക് തന്നെ, മായയും കണക്ക് തന്നെ. ഇവർക്കിത് എന്തു പറ്റി? പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ. ഇങ്ങനെ പോയാൽ ഞാൻ ആയുസ് എത്തുന്നതിന് മുമ്പേ ചാവേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവരെ രണ്ടുപേരും പറഞ്ഞ് നിലയ്ക്ക് നിർത്തണം. അമ്മ വിഷമിക്കണ്ട, ഇനി അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അടിക്കാനും പിടിക്കാനും ഒന്നും പോകണ്ട, പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. കേട്ടല്ലോ? എല്ലാം എനിക്ക് അറിയാമേ. നമ്മൾ പുറത്തു പോകുമ്പോഴും അവരെ കുറിച്ച് എന്നാ സംസാരിക്കാറ്. പിന്നെ ഈ വന്നു കയറുന്ന മരുമക്കള് ശരിയല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന സമാധാനം എപ്പം നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. അഭി പറഞ്ഞതുപോലെ അമ്മ സമാധാനമായിട്ടിരിക്കണം. അമ്മയുടെ സമാധാനമാണ് നമുക്ക് വലുത്. അമ്മ വിഷമിക്കണ്ട, കിടന്നു കേട്ടോ. മായ ഒന്ന് നിന്ന്. നീയും പ്രിയയും തമ്മിൽ ഇവിടെ നടക്കുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല എന്ന് നീ കരുതണ്ട. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇന്നുകൊണ്ട് തീർത്തോണം. ഒരു കുടുംബത്തിന് ആവശ്യം മനസമാധാനമാണ്. അത് നിങ്ങളായിട്ട് തകർക്കരുത്. ഇനി നീ പ്രിയമായിട്ട് ഒരു പ്രശ്നത്തിന് പോയെന്ന് ഞാൻ അറിയരുത്. ഇത് പോയി അവളോട് പറ, അവളെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നേ. അവളുടെ കാര്യമൊക്കെ അഭി നോക്കിക്കോളും. നീ ആയിട്ട് ഇനി ഒരു പ്രശ്നത്തിന് പോവായിരുന്നാ മതി. അവൾ ഇനി ഒരു പ്രശ്നത്തിനും വരില്ല. എന്നാ അവക്ക് കൊള്ളാം. ഏട്ടാ, എനിക്ക് ഏട്ടനോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോടി. അതെയാ, ഫോൺ ഒന്ന് മാറ്റ്. ഇനി പറ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് താമസം മാറണം. എടി, എന്റെ വരുമാനം എത്ര നിനക്കറിയാലോ. ഈ പൈസ വെച്ചിട്ട് ഒരു വീടൊന്നും എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എടുത്താൽ തന്നെ പണ്ടത്തെ പോലെയല്ല വാടക. ഇപ്പൊ മാസാവസാനം വാടക കൊടുത്തില്ലെങ്കിൽ ഹൗസ് ഓണർ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അല്ല, ഇപ്പൊ ഇതിനൊരു വീട് നോക്കണ്ട വേറെ? ഞാനും അവളും കൂടെ ഒരു വീട്ടിൽ ശരിയാവില്ല. ഏട്ടനിപ്പൊ ഇത്ര അറിഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ ഏട്ടനൊരു കാര്യം ചെയ്യ്, അമ്മയോട് ഷെയർ ചോദിക്ക്. ദൂരെ ആയാലും നമുക്ക് 2 സെന്റ് സ്ഥലം വാങ്ങാം.
എടി ആവുന്ന ഇപ്പൊ നടക്കത്തില്ല. അമ്മയുടെ കാലം കഴിഞ്ഞ് വീട് സ്ഥലമൊക്കെ വിൽക്കാൻ പറ്റുള്ളൂ. ഓ നിങ്ങൾ നിങ്ങളുടെ ഒരു അമ്മേ. എടി നീ എനിക്ക് കുറച്ച് സ്വൈര്യം എന്താ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവള്, രണ്ടിലാരെങ്കിലും ഒരാളെ ഈ വീട്ടിൽ പറ്റുള്ളൂ. ഓ നീ ഇത്തരക്കാരിയായിരുന്നോടി? നിനക്ക് നാണയില്ലേ വാതിക്ക് വന്ന് ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കാൻ? ഞാൻ ഒളിഞ്ഞായിട്ടൊന്നുമില്ല. ഒരു വീടാകുമ്പോ അതിലിതിലെ പോയെന്നൊക്കെ ഇരിക്കും. ഞാനിവിടെ തുടയ്ക്കാൻ വന്നതാ. വല്ലാത്ത ക്രിമിനടി തന്നെ. നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടില്ല എന്റെ ടീഷർട്ട് എടുക്കരുതെന്ന്. എടുത്ത എന്താടി? എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത്? വിടത്തില്ല. നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ട് എടുത്ത് തുടക്കരുതെന്ന്. ഞാൻ ഇല്ല. പാടി ഇവിടെ ചവിട്ടും ഞാൻ. പാടി. എടി, ഇങ്ങോട്ട് താടി. എടുത്ത് താടി. എന്നോട് തരാ പറഞ്ഞു. അമ്മേ 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 എടി നോക്കി നിൽക്കുന്ന ആംബുലൻസ് വിളിക്കേ. അമ്മേ അമ്മേ അമ്മ ഞാൻ ഇവളെ കൊണ്ട് ഇവിടെ നിന്ന് പോവാ. ഇനി ഇവിടെ നിന്ന് ശരിയാവത്തില്ല. ഞാൻ പുറത്തൊരു വീട് നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് മാറുക. വളർത്തുവശം അല്ല എന്ത് പറയാൻ അമ്മ. പിന്നെ വഴിയിൽ ഉപേക്ഷിച്ച് കളയാൻ ഇവള് പട്ടിയും പൂച്ചയെന്നല്ലല്ലോ, എന്റെ ഭാര്യയല്ലേ. കുറച്ചു ദിവസം ഒറ്റയ്ക്ക് ജീവിക്കട്ടെ. അപ്പൊ മനസ്സിലായിക്കോളും സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ വില എന്താണെന്ന്. പിന്നെ അമ്മ എവിടെ ജീവിച്ചാലും മനസ്സമാധാനമല്ലേ വലുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം അമ്മയും ചേട്ടനെ കാണാൻ. പിന്നെ അമ്മ എപ്പോ വിളിച്ചാലും അമ്മയുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവും. എടാ നീ അവളെ മാത്രം കുറ്റപ്പെടുത്തണ്ട. എവളോ പിന്നെ എന്ന് നോക്കിയാലും ഇവിടെ അടി. ഒരാൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്താൽ അതിന്റെ പേരിലടി, വീട് വൃത്തിയാക്കുന്നതിന്റെ പേരിലടി. എപ്പം നോക്കിയാലും ഇത് തന്നെ. ഇത് എന്താണെന്നറിയോ? ഈഗോ. രണ്ടുപേരും തമ്മിലുള്ള ഈഗോ, അതാണ് ഇവിടെ നടക്കുന്നത്. അതിന് വലിയാടായതോ നമ്മുടെ അമ്മയും. നീ പറഞ്ഞ എന്നാടാ ശരി. എന്തായാലും ഇവർ രണ്ടുപേരും ഇവിടെ ഇനി ശരിയാവില്ല. നിന്റെ കാശ് വല്ലതും ഉണ്ടോ? കുഴപ്പമില്ല കേട്ടോ. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ശരി കേട്ടോ. ചെല്ലു. ശരി കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ